ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പപ്പയ ഫേഷ്യലാണ്. പപ്പയ ഫേഷ്യലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പപ്പയ ഫേഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും നമ്മുടെ ഈ ഒരു ഫേഷ്യൽ യൂസ് ചെയ്ത് നോക്കാം. പിമ്പിൾസ് ഉള്ളവർക്കെല്ലാം നല്ലതാണ്. അപ്പൊ ഇത് ഏറ്റവും നല്ലതെന്ന് പറയുന്ന പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്കെല്ലാം ഇത് നമുക്ക് മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുക. സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരു ക്ലെൻസർ ആണ്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ പപ്പയയുടെ പപ്പയ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ക്ലെൻസറാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ പപ്പയ മിക്സിയിലിട്ട് അടിച്ച് ഈ ഒരു ഫോമിൽ പേസ്റ്റ് പരുവത്തിനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പയയുടെ പൾപ്പ് നമ്മൾ 1 സ്പൂൺ എടുക്കണം. 1 ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് ഒരുപാട് ലൂസായി പോകരുത്, അക്കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പാല് നല്ല ഒന്നാം തരം ഒരു ക്ലെൻസിങ് മിൽക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പപ്പയ കൂടി വരുമ്പോൾ കിടു റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഫേസ് ക്ലെൻസർ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മുഖക്കുരുവൊക്കെ മാറാനായിട്ട് നല്ലതാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നല്ലൊരു ക്ലെൻസറാണ്. ക്ലെൻസർ ഫേസിൽ അപ്ലൈ ചെയ്ത് 2 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കഴുകി കളയാം, അല്ലെങ്കിൽ വെറ്റ് വൈപ്സ് ഉപയോഗിച്ചിട്ട് തുടച്ച് കളയാം. അത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റിംഗ് സ്റ്റെപ്പാണ്. അതിനുവേണ്ടി നമുക്കൊരു ഹോം മെയ്ഡ് സ്ക്രബ്ബ് തയ്യാറാക്കണം. നമ്മളിവിടെ തരിതരിയായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം എടുക്കണം. അതായത് ഞാനിവിടെ റൈസ് പൗഡർ, അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം. പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒരുപാട് തരികളുണ്ട്, ഒരു മീഡിയം തരിയുള്ളത് മതി. അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ പാടുകളൊക്കെ റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്താൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റൈസ് പൗഡറാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ റവ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മാഷ്ഡ് പപ്പയ, നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന പപ്പയ, ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിപ്പൊടി 1 സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ അത്രയും തന്നെ അളവിൽ നമുക്ക് നമ്മുടെ പപ്പയയും കൂടി എടുക്കണം. പപ്പയ അരച്ചത് കൂടി എടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 2ഉം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. നമുക്ക് കൈകളിലൊക്കെ സ്ക്രബ് ചെയ്യാൻ കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് പപ്പയയുടെ ഒരല്പം കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ സ്ക്രബ്ബ്, സിമ്പിളായിട്ടുള്ള സ്ക്രബ്ബ് റെഡി ആയിട്ടുണ്ട്. സ്ക്രബ്ബ് യൂസ് ചെയ്ത് മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചർമ്മത്തിലെ ഡെഡ് സ്കിന്നൊക്കെ മാറിക്കിട്ടും. അപ്പോൾ തന്നെ ഒരു ഗ്ലോ വരും കേട്ടോ. അരിപ്പൊടി നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുള്ള ഒരു ഹാർഷായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ സമയമോ ഒന്നും മസാജ് ചെയ്യരുത്, സ്ക്രബ് ചെയ്യരുത്. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ചർമ്മത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് 1-2 മിനിറ്റ് വരെ നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അടുത്ത് നമ്മുടെ ഫേഷ്യലിനായിട്ടുള്ള മസാജിങ് ക്രീമാണ് തയ്യാറാക്കുന്നത്. ഇത് മസാജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ നല്ലതാണ് മസാജിങ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ പോർസൊക്കെ ക്ലോസ് ആവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ പപ്പയയുടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പ് ചേർക്കാം. എല്ലാവർക്കും ഫ്രഷ് ആയിട്ടുള്ള അലോവേര യോജിക്കണമെന്നില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഓർഗാനിക് നെക്ടർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അലോവേര ഫ്രഷ് പോലെ തോന്നുന്ന അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇത് ഒരു നാച്ചുറൽ അലോവേരയുടെ സ്മെല്ലും കാര്യങ്ങളാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു അലോവേരയാണ്. വൈറ്റമിൻ ഇ പ്ലസ് വൈറ്റമിൻ സി ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് തന്നെ ചേർക്കാം കേട്ടോ. പിന്നെ ചിലർക്ക് അത് സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നുകാർക്ക് യോജിക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തത്. നമ്മുടെ കയ്യിൽ ഫ്രഷും ഉണ്ട്. ഈ ഒരു ഫേസ് ക്രീം നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഡാർക്ക് സർക്കിൾ, പിഗ്മെൻറ്റേഷൻ, സൺബേൺ, ഏജിങ് സൈൻസ് ഇതൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും. ഇത് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതിന് ശേഷം നമുക്കൊരു ഫേസ് പാക്ക് കൂടി അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്തപ്പോൾ വിട്ടുപോയി കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പപ്പയയുടെ പൾപ്പും 1 ടീസ്പൂൺ തേനും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാക്കായിട്ട് ഇടാം. ഇതല്ല എങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏത് പാക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം പാക്ക് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ മുൾട്ടാണി മിട്ടി നമുക്ക് പാക്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓയിലൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം നമ്മുടെ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ആയി. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യൽ അല്ലായിരുന്നോ?
ഇപ്പോൾ പപ്പയൊക്കെ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞൊരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പപ്പയ ഇല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കുക. എനിക്ക് ഫേസിൽ നമ്മുടെ പപ്പയ ഫേഷ്യൽ ഇട്ടിട്ട് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആവും, നമ്മുടെ ഫേസ് നന്നായിട്ടൊന്നൊരു ബ്രൈറ്റ് ഫീൽ കിട്ടും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും. കാര്യം നമ്മുടെ എന്താണ് എക്സ്ഫോളിയേറ്റിംഗ് സ്റ്റെപ്പിൻ്റെ ഗുണമാണ് കേട്ടോ അതും നമ്മുടെ പപ്പയയും കൂടി വരുമ്പോൾ നല്ല സൂപ്പർ കിടു ആണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ തന്നെ ഉള്ള ഒന്നാണ്. ഒരുപാട് പൈസ എടുത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. എല്ലാവരും ചെയ്യുക. എന്നിട്ട് ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾ വീഡിയോയിൽ തന്നെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം.